എടോ എടോ ജീപ്പ് നിർത്തടോ. അയ്യോ, ഞാൻ മണ്ണിനകത്ത് പോയി. എന്നെ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. പോലീസ് മാഡം, കുഴപ്പമൊന്നുമില്ലല്ലോ. ആരാടാ റോഡിൽ കൊണ്ടുവന്ന് ഇത്രയും മണ്ണ് തള്ളിയിട്ടിരിക്കുന്നത്? അതെനിക്കറിയില്ല മാഡം. കഴിഞ്ഞ കുറെ നാളുകളായി ദിവസേന രാവിലെ ഇങ്ങനെ ഇവിടെ ആരോ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവുക. ഇത് എടുത്ത് മാറ്റി മാറ്റി എന്റെ നടുവ് ഒരു പരുവത്തിലാവുന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ജോഗാവർ ജനറൽ സ്റ്റോർസ്? മോനെ, ഇത് ജോഗാവർ തന്നെ ആയിരിക്കോ? എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. വരണം വരണം, ക്രൈമിന്റെ ഒരു പവർ. ഞാൻ പറഞ്ഞു വന്നത് നന്മയുടെ ഒരു പവർ. ഇന്ന് നല്ലവനായി മാറി ജോഗവർ. ലോകം തലകീഴായി മറിഞ്ഞെന്നാ തോന്നുന്നത്. ക്രൈം മാസ്റ്ററായ ജോഗവർ എങ്ങനെ ഇത്ര പെട്ടെന്ന് നല്ലവനായി മാറിയതെന്ന് അറിയില്ലല്ലോ. എന്ത് പറയാനാ എന്റെ ബന്ധുക്കിനി മാഡം. നമ്മുടെ നിയമവ്യവസ്ഥകളും മേഡത്തിന്റെ ലാത്തിയുമാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാ. പറയൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചാച്ചാ ഭതീജ? നീ ഇത്രയ്ക്ക് ബുദ്ധിയുള്ളവനായിരുന്നോ? ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ലാലാറാം സേട്ടിന്റെ കയ്യിൽ നിന്ന് ഈ കട അങ്ങ് മേടിച്ചു മാഡം. ഇന്നു മുതൽ ഈ ജോഗവാർ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതല്ലേ അതിന്റേതായ ഒരു ശരി. അതോർത്ത് നീ വിഷമിക്കണ്ട. അധ്വാനിക്കാനുള്ള നിന്റെ തീരുമാനം മധുരം കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. പറയടാ മക്കളെ, നിനക്ക് എന്താ വേണ്ടതെന്ന് ജോഗവാറിനോട് പറഞ്ഞേക്ക്. അമ്മാവാ, എനിക്കൊരു ലോലിപോപ്പ് മതി. ഇപ്പൊ തന്നെ എടുത്തു തരാം കേട്ടോ. എവിടെ ഇരിക്കുന്നുണ്ടോ ലോലിപോപ്പ്? ഓ, ഇവിടെ അങ്ങ് നോക്കിയിട്ട് കാണുന്നുമില്ലല്ലോ. ഓ, ലോലിപോപ്പ് ഇവിടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. എന്നിട്ട് ജോഗാവർ എന്താ അകത്ത് തെരയുന്നത്? സ്വന്തം കടയിലെ സാധനങ്ങൾ എവിടെയാന്ന് അയാൾക്ക് അറിയില്ലേ? ജോഗാവർ അങ്കിൾ, ലോലിപോപ്പ് ഇവിടെയുണ്ട്. അത് ശരിയാ, ലോലിപോപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഇന്നാ പിടിച്ചോ ലോലിപോപ്പ്. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജോഗോവാർ. ബാങ്ക് പുറത്തു നിന്ന് പൂട്ടിയിട്ടും ഞാൻ ബാങ്കിന്റെ അകത്തെത്തി. അതാ സെക്യൂരിറ്റി ഗാർഡ് ബാങ്കിന്റെ കതവ് തുറക്കാൻ തോന്നുന്നു. രക്ഷപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അയ്യോ, കളവ് നടന്നിരിക്കുന്നേ. ബാങ്ക് ആരോ കൊള്ളയടിച്ചിരിക്കുന്നേ. കളവ് നടന്നേ. ഈ ബാങ്ക് കൊള്ള നടന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ബാങ്ക് മാനേജർ പറഞ്ഞതനുസരിച്ച് സെക്യൂരിറ്റി ഗാർഡ് എല്ലായിടത്തും പരിശോധിച്ചതിന് ശേഷമായിരുന്നു ഇന്നലെ ബാങ്ക് ക്ലോസ് ചെയ്തത്. ബാങ്കിനകത്ത് ആരുമില്ലായിരുന്നു. ജനാലകളും വാതിലുകളും ഒന്നും തകർത്തതായും കാണുന്നില്ല. പിന്നെങ്ങനെയാ കള്ളൻ ബാങ്കിനകത്ത് നുഴഞ്ഞു കയറിയെന്നറിയില്ലല്ലോ. അതോർത്ത് മേഡം വിഷമിക്കണ്ട. നമുക്ക് ആ ജോഗാവറിന്റെ കടയിൽ ചെന്ന് സർബത്ത് കുടിച്ചിട്ട് സമാധാനമായി ഒന്ന് ആലോചിക്കാമേ. ജോഗാവർ അങ്കിൾ, നിങ്ങൾ ഇത് എവിടെയാ? എടോ ജോഗാവറെ, നല്ല തണുപ്പുള്ള 4 സർബത്ത് എടുത്തേ വേഗം. സർബത്തോ? പിന്നെന്താ, ഇപ്പൊ തന്നെ തരാലോ. ഈ സർബത്തിന്റെ ബോട്ടിലൊക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നത്? സർബത്ത് പുറകിലെ ഫ്രിഡ്ജിലാണുള്ളത്. ഞാൻ എടുത്തോണ്ട് വരാം. അകത്തേക്ക് വരണ്ട എന്ന് വെച്ചാ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ. ഇയാളെന്താ എന്നെ അകത്തേക്ക് കടത്തി വിടാത്ത? ഇയാളുടെ കയ്യിലും കാലിലും എങ്ങനെയാ മണ്ണ് വന്നത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ കള്ളന്മാർ ഓരോ ദിവസം പുതിയ സൂത്രങ്ങൾ ഒപ്പിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് നന്നാവാൻ തീരുമാനിച്ചപ്പോ ഈ ലോകം മൊത്തം കള്ളന്മാരായി. കഷ്ടം.
പോലീസ് മാഡം, അമ്മവ, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ബാങ്ക് കൊള്ളയടിച്ചതിന്റെ പിന്നിൽ ഇയാളാന്ന് തോന്നുന്നു. അല്ല, നീ എന്തായി പറഞ്ഞു വരുന്നത് മക്കളെ? അവൻ നല്ലവനായി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലേ? നല്ലവനായിട്ടില്ല ചാച്ചു, നല്ലവനായിട്ട് ആക്ട് ചെയ്യാ. അയാളുടെ കയ്യിലും കാലിലുമുള്ള മണ്ണാണ് ഇതിന്റെ തെളിവ്. ദിവസം ആരോ റോഡിൽ മണ്ണും ഇടുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ഈ കടയുടെ അകത്ത് ചെന്ന് നോക്കിയാലോ? അകത്തോ? നമ്മൾ എങ്ങനെയാ കടയ്ക്കകത്ത് ചെന്ന് നോക്കുന്നത് മോനെ? അതിനൊരു വഴിയുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ബണ്ടൂസ് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? ആ ചോക്ലേറ്റ് ഈ കടയിൽ വന്നിട്ടുണ്ട്. എന്താ ഫണ്ടൂസ് ചോക്ലേറ്റോ? അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു? ഒന്ന് നിക്കണേ, ഞാൻ ഒന്ന് നോക്കട്ടെ. അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കട്ടെ. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലവനായി ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്റെ പൊന്നു മോനല്ലേടാ. അയ്യോ, എന്റെ സംശയം ശരിയായിരുന്നു. ബാങ്ക് വരെ തുരങ്കം ഉണ്ടാക്കിയ കൊള്ള നടത്തിയ. മോനെ, ഈ ചെറുപ്രായത്തിൽ ഇത്രയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാ കഴിയുന്നത്? ഇനി നമ്മുടെ മ്യൂസിയത്തിലേക്ക് തുരങ്കം ഉണ്ടാക്കി മോഷണം നടത്താനാ പ്ലാൻ. അതായത് നാളെ ബണ്ടൂസ് നഗറിലെ മ്യൂസിയം പൂട്ടിക്കിടക്കുമ്പോൾ ജോഗാവർ അവിടെ ചെന്ന് മോഷണം നടത്തുമെന്നല്ലേ? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തോളാം. ഒന്ന് നിൽക്കും മാഡം, ജോഗാവർ നമ്മളെ കുറെ പറഞ്ഞു പറ്റിച്ചതല്ലേ. അപ്പൊ നമ്മളും അവന് കുറച്ച് പണി കൊടുക്കണ്ടേ? ഐഡിയ. ഇനി ഈ മാപ്പ് അവനെ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കും. എടാ മക്കളെ, ഇപ്പൊ നമ്മൾ എന്തിനാ ഈ ഭീകരന്മാരായ പട്ടികളുള്ള തെരുവിലേക്ക് വന്നത്? അമ്മാവാ, ഞാൻ മാപ്പിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജോഗാവർ ഇതുവഴിയായിരിക്കും പുറത്തേക്ക് വരിക. ആയി കൊള്ളാലോ ബിസ്ക്കറ്റ്. എനിക്കാണ് വിശന്ന് വയ്യ, കഴിച്ചിട്ട് തന്നെ. അയ്യോ പട്ടികൾ, എനിക്ക് വഴി തെറ്റിയെന്നാണല്ലോ തോന്നുന്നത്. ഡമ്മോ, ക്ഷമിക്കണം കൂട്ടുകാരെ, എനിക്ക് ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. ഇന്നാ നിങ്ങൾ കഴിച്ചോ. അയ്യോ, കടിക്കില്ലേ? അയ്യോ, ഇതാ നിനക്കുള്ള മുട്ടം പണി. ഇനി നീ സ്വയം ഞങ്ങളുടെ അടുത്ത് വന്നോളും. എന്നോടാ കളി. റോസി, ഞാൻ തെറ്റായ വഴിക്കാണല്ലോ തുരങ്കമുണ്ടാക്കിയത്. മാപ്പ് അനുസരിച്ച് നമ്മൾ ശരിക്കും ഈ സ്ഥലത്താണല്ലോ എത്തേണ്ടിയിരുന്നത്. ഇനി നീ തന്നെയായിരിക്കും ആദ്യം തുരങ്കത്തിലൂടെ പുറത്ത് കടക്കുന്നത്. അയ്യോ, ചാച്ചാ പതീച്ച, ഓടിക്കോ ഇവിടുന്ന്. ഓ, ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഈ മെഴുക് പ്രതിമകളെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനമാ ഉള്ളത്? ഈ മ്യൂസിയത്തിലെ സ്വർണ്ണ പ്രതിമകളാണ് നമുക്ക് ആവശ്യം. റോസി, ആരോ നമ്മുടെ പുറകെ വരുന്നതായി എനിക്ക് എന്തുകൊണ്ടാ തോന്നുന്നത്? റോസി, ചാച്ചാ പതീജ, നിങ്ങൾ എങ്ങനെ എവിടെ എത്തി? ഇത് അവരുടെ വേറെ മെഴുക് പ്രതിമകളാ. സൂക്ഷിച്ചു നോക്കൂ, ഒരുപാടുണ്ട്.
ബന്ധുക്കിനി മാഡം? അല്ല, ഇത് വെറും പ്രതിമയാണ്. അതും സ്വർണ്ണ പ്രതിമ. റോസി, നീ ഇത് കണ്ടോ? സ്വർണ്ണ പ്രതിമ. ഹായ്, സ്വർണ്ണ പ്രതിമ. നല്ല തടിയം പ്രതിമയാണല്ലോ. നമുക്കിത് തന്നെ അടിച്ചു മാറ്റിക്കളയാം. എടാ, നീ ക്ഷീണിച്ചു പോയല്ലോടാ ജോഗാവറെ. ഇന്നാ കുറച്ച് വെള്ളം കുടിക്ക്. താങ്ക് യു. അയ്യോ, പ്രേതം! റോസി, ഒന്ന് നിക്ക് റോസി. ഇത് മ്യൂസിയം ആണോ അതേ പ്രേത ബംഗ്ലാവോ? എന്നോട് ക്ഷമിച്ചാലും പ്രേതാത്മാവേ. താൻ ശരിക്കും നായിന്റെ വാല് പോലെ തന്നെയാണല്ലോ. ഞാൻ പ്രേതമല്ല, പോലീസാ. ഓഹോ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അടവായിരുന്നല്ലേ? രക്ഷപ്പെട്ടോ റോസി, രക്ഷപ്പെട്ടോ. നമ്മൾ രക്ഷപ്പെട്ടു റോസി, രക്ഷപ്പെട്ടു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ അമ്മാവാ? ശരിയാണല്ലോടാ മക്കളെ.